വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. സ്പ്രിംഗ് റോളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കനും വെജിറ്റബിളും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ റോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫില്ലിംഗ് ഉണ്ടാക്കാൻ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്രീൻ ചില്ലിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എരിവനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു പകുതി ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത്. ചോപ്പ് ചെയ്ത ക്യാബേജ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ചിക്കനാണ്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കനും നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ട്രയാങ്കിൾ ചീസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം പൊട്ടറ്റോ ഒന്ന് വേവിച്ചിട്ട് മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിന് ചൂട് പോയിട്ട് ഫില്ല് ചെയ്യാം. സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം റോളിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചാലും മതി. കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒരു പേസ്റ്റാക്കി മാറ്റാം. മിക്സ് ചെയ്തിട്ട് പേസ്റ്റാക്കി മാറ്റാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്, സമൂസ ഷീറ്റ്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സൈഡിലായിട്ട് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം. മറ്റേ ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. ഇനി മൈദയുടെ പേസ്റ്റ് എൻഡിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള റോളെല്ലാം റെഡിയാക്കി എടുക്കാം. റോളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. ചീനിച്ചട്ടിയിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റോളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും സമൂസ ഷീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട്. ഇഫ്താറിൻ്റെ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.